ഖത്തറിലെ അൽ ഉദൈദ് എയർവേസ് അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിലെ സൈനിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്ക സൈനികരെ മാറ്റിയെന്നാണ് വിവരം. മേഖലയിൽ ഇറാൻ പ്രത്യാക്രമണത്തിന് മുതിരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അമേരിക്കയുടെ സുപ്രധാന നീക്കം. മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദിൽ ഏകദേശം 10,000-ഓളം സൈനികരാണുള്ളത്. പെട്ടെന്നുണ്ടാകുന്ന പ്രത്യാക്രമണങ്ങളിൽ സൈനികർക്ക് അപകടമുണ്ടാകുന്നത് ഒഴിവാക്കാനാണ് പുതിയ പുനർവിന്യാസമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. എന്നാൽ ഇത് യുദ്ധത്തിന്റെ സൂചനയല്ല എന്നും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നുമാണ് അധികൃതർ പറയുന്നത്. എന്നാൽ കുവൈറ്റ്, സൗദി, UAE, ഇറാഖ്, സിറിയ, ജോർദാൻ എന്നിവിടങ്ങളിലെ വിവിധ താവളങ്ങളിൽ US സൈന്യം ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കത്തിന് മുതിർന്നാൽ മേഖലയിലെ US താവളങ്ങളും ആസ്തികളും ലക്ഷ്യമാക്കുമെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിലവിലെ സാഹചര്യം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ പ്രതിഷേധവുമായി കൂടുതൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതായാണ് റിപ്പോർട്ട്. ഖമേനിക്ക് മരണം സംഭവിക്കട്ടെ എന്നും വേഗം പണി തീർക്കൂ എന്നും മുദ്രാവാക്യം വിളിച്ച് ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ടിരുന്നു.